അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് പറയുമ്പോൾ, മനാഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് ഇൻ്റർവ്യൂ നൽകുന്നു. ഇത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് മനാഫിൻ്റെ ഫോണിലേക്ക് മെസ്സേജുകളും കോളുകളും അയച്ചപ്പോയെന്നും അതിന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും തന്നില്ല എന്നാണ് അർജുൻ്റെ സഹോദരൻ പറയുന്നത്. നിങ്ങൾ ഇത്തരത്തിൽ ഓരോ യൂട്യൂബ് ചാനലുകളിൽ വന്നിരുന്നു പറയുന്നതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് ബാധിക്കുന്നുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്ന പ്രധാന കാര്യം. കൂടാതെ അതിൽ ഒട്ടനേകം വാസ്തവമല്ലാത്ത കാര്യങ്ങളുണ്ടെന്നും ഇത്തരത്തിൽ അർജുനെ കണ്ടു കിട്ടിയതിനു ശേഷം വീണ്ടും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനും മനാഫ് എന്ത് മറുപടിയായിരിക്കും നൽകാനുള്ളത്? അതല്ലെങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ട അവരുടെ കുടുംബനാഥൻ്റെ പേരിൽ മറ്റുള്ളവർ പലതരത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്, അത് ആ കുടുംബത്തിന് തന്നെ വലിയ ദോഷമായി മാറുന്നതും എങ്ങനെയാണ് ആ കുടുംബത്തിന് കണ്ടു നിൽക്കാനായി കഴിയുക? പിന്നെ ആ കൂട്ടത്തിൽ കെട്ടിച്ചമച്ച രീതിയിലുള്ള വാക്കുകളും യൂട്യൂബ് ചാനലുകളിൽ വന്നിരുന്നു പറയുന്നത് എങ്ങനെയാണ് പിന്നെ അവർക്ക് പ്രതികരിക്കാതിരിക്കാനുള്ള മാനസിക അവസ്ഥയെ നൽകുന്നത്? അർജുൻ അവസാന യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വർക്ക്ഷോപ്പിൽ കേടുപാടുകൾ തീർക്കാൻ വേണ്ടി അർജുൻ്റെ ബൈക്ക് കൊടുത്തപ്പോൾ അത് പിന്നെ മനാഫിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് പോയതാണെന്നും അത് പിന്നീട് മനാഫ് അതിൻ്റെ വർക്കുകളെല്ലാം ചെയ്ത് അത് പെയിൻ്റടിച്ച് ഇപ്പോൾ അവിടെ സൂക്ഷിക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ എങ്ങനെയാണ് ഈ കുടുംബം നോക്കിക്കാണേണ്ടത്? അതങ്ങനെ സൂക്ഷിക്കാനുള്ള അവകാശം തീർച്ചയായും അർജുൻ്റെ വീട്ടുകാർക്കാണല്ലോ. കൂടാതെ അർജുനോട് അതിയായ സ്നേഹമുണ്ടെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള വാക്കുകളും വാഗ്ദാനങ്ങളുമാണ് മനാഫ് നിരന്തരമായി നൽകുന്നത്. മനാഫിൻ്റെ ലോറികൾക്ക് ഇനി അർജുൻ എന്നായിരിക്കും പേരെന്നും അർജുൻ്റെ മകനെ തൻ്റെ 4ാമത്തെ മകനായി സംരക്ഷിക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ ഈ കുടുംബത്തിന് വലിയ വിഷമം നൽകിയെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതല്ലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, മനാഫിൻ്റെ 3 മക്കളിൽ ഒരാളെ സംരക്ഷണം അർജുൻ്റെ വീട്ടുകാർ ഏറ്റെടുത്തു എന്ന് പറയുകയാണെങ്കിൽ മനാഫ് എത്തരത്തിലായിരിക്കും ഈ വിഷയത്തോട് പ്രതികരണമുണ്ടാവുക? അർജുൻ്റെ മകനെ താങ്കൾ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ അത് ഇനിയുള്ള കാലം അർജുൻ്റെ മകൻ്റെ സർവ്വ ചിലവുകളും താങ്കൾ വഹിക്കുമെന്നാണോ അതിനർത്ഥമാകുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന് അതൊരിക്കലും സഹിക്കാൻ കഴിയാത്ത വാർത്ത തന്നെ. ചില ആളുകൾ സഹായവുമായിട്ട് വരും. ഒരാൾ വന്ന് 2000 രൂപ നൽകി പിന്നീട് അത് മാധ്യമത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുകയും ചെയ്തു. ഇതെത്ര മ്ലേച്ഛകരമായ കാര്യങ്ങളാണെന്നാണ് കുടുംബം പറഞ്ഞത്. പലരും സഹായവുമായി വരുന്നത് തന്നെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയാണ്. യൂട്യൂബ് ചാനലുണ്ടാക്കി അതിൽ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചതും നമ്മുടെ മനാഫ് തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. അതല്ലെങ്കിൽ വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അർജുനെ രക്ഷിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പറ്റിയത്? ഒരു വേളയിൽ കുടുംബത്തോട് സഹകരിക്കാതെ തന്നെ കുടുംബം അർജുനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കൂടെ നിൽക്കാതെ വേറൊരു തരത്തിൽ നീങ്ങിപ്പോകുകയാണ് മനാഫ് ചെയ്തതെന്ന്